നമ്മുടെ വളരെ കാലികവും പ്രസക്തവുമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂം നടത്തിയിട്ടുള്ള ഈ ചർച്ചയിൽ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ള ശ്രീമാൻ മുരളി, ഷാബിലി, അതുപോലെ പീയൂഷ് കണ്ണൂര്, CK അൻവർ, അതുപോലെ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ള അബ്ദു മാഷ്, അതുപോലെ നാസർ പാലപ്പെട്ടി, ബാബുൽ, സഖാവ് മൂപ്പൻ, യദുകൃഷ്ണൻ, റിബൽ 2012 തുടങ്ങിയ എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. മോഡറേറ്റർ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളതിന്റെ താല്പര്യവും ഉദ്ദേശവും ഏതെങ്കിലും ഒരു കക്ഷി പിടിക്കുക എന്നുള്ളതോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രത്യേകമായി പ്രതിക്കൂട്ടി നിർത്തുക എന്നുള്ളതോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രത്യേകമായി പിന്തുണക്കുക എന്നുള്ളതോ അല്ല. അപ്പോൾ ഇത് രാഷ്ട്രീയ രംഗത്ത് മാത്രമുള്ളതല്ല ക്രിമിനൽവൽക്കരണം എന്നുള്ളത്. മതരംഗത്തും ക്രിമിനൽവൽക്കരണമുണ്ട്, മറ്റെല്ലാ മേഖലകളിലുമുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിൽ രാഷ്ട്രീയ നയത്തിലെ ക്രിമിനൽവൽക്കരണം എന്ന് ഉന്നയിക്കാൻ കാരണം ഇപ്പൊ സമകാലികമായി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇതുപോലുള്ളൊരു ചർച്ച കൊണ്ടുവരിക എന്നുള്ള താല്പര്യത്തിലാണ് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ TP ചന്ദ്രശേഖരനായാലും അതുപോലെ അനീഷ ആയാലും ഷുക്കൂർ ആയാലും ഫസലായാലും TP ചന്ദ്രശേഖരൻ RMPയുടെ മെമ്പറാണ്, അതുപോലെ അനീഷ് CPMന്റെ മെമ്പറാണ്, ഷുക്കൂർ മുസ്ലിം ലീഗിന്റെ ആളാണ്, ഫസൽ PDPയുടെ ആളാണ്, അതുപോലെ ജയകൃഷ്ണൻ മാഷ് BJPയുടെ ആളാണ്, അതുപോലെ അത്തീഖുർ റഹ്മാൻ, ആസാദ് തുടങ്ങിയ ആൾക്കാർ, അതിൽ മുസ്ലിം ലീഗിന്റെ ആൾക്കാരും അതിൽ പെടുന്നുണ്ട്. അത്തീഖുർ റഹ്മാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ ആസാദ് മുസ്ലിം ലീഗ് അല്ലെങ്കിലും മറ്റു ചില പ്രസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഈ വ്യക്തികള് ഓരോരുത്തരും ഈ വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഇരകളായി മാറിയിരിക്കുകയാണ്. ഈ ഇരകളായ ഈ സഹോദരങ്ങൾക്കെല്ലാം കുടുംബങ്ങളുണ്ട്, അവർക്കെല്ലാം മാതാക്കളുണ്ട്, അവർക്കെല്ലാം മക്കളുണ്ട്, അവർക്കെല്ലാം ഭാര്യമാരുണ്ട്. ഈ മാതാക്കള് അവരുടെ വിയോഗത്തിൽ ദുഃഖിതരാണ്, അതുപോലെ മക്കൾ അനാഥരാണ്, ഭാര്യമാര് വിധവകളായി മാറിയിരിക്കുകയാണ്. ഇവരുടെ കണ്ണീര്, ഇത് പ്രസ്ഥാനത്തിന് അതീതമായിട്ട് ഇവരുടെ കണ്ണീര് കാണാൻ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ മറ്റേ എതിർ പാർട്ടിക്കാരായ ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും എതിർ പാർട്ടിയിലുള്ള ആളുകളാണ് ഇന്ന കാര്യം തുടങ്ങിയത് എന്ന് പറഞ്ഞുമൊക്കെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലേർപ്പെടുക എന്നുള്ളതാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതപ്രസ്ഥാനങ്ങളിലും ഒക്കെ കാണുന്ന ഒരു പ്രവണത. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. ഈ തെറ്റായ പ്രവണതയിൽ നിന്ന് മാറി തന്റെ പാർട്ടിക്കാരനാണെങ്കിൽ പോലും തെറ്റ് ചെയ്താല്, അതായത് തന്റെ മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം അതാത് മതവിഭാഗങ്ങളും അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പുലർത്തുന്ന ഒരു സന്ദർഭം ഉണ്ടാകണം. അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായാല് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണ് നഷ്ടമാകും. അതല്ല എന്നുണ്ടെങ്കിൽ തന്റെ പാർട്ടിപ്പെട്ട ആളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതിനെ ന്യായീകരിക്കുവാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ അതിന് പിന്തുണ പ്രഖ്യാപിക്കാനും അത്തരം ആളുകളെ ഏതെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനുമൊക്കെ ശ്രമിക്കുമ്പോൾ ശരിക്കും ന്യായവും നീതിയും നമ്മുടെ രാജ്യത്ത് നടപ്പാകാത്ത അവസ്ഥ വരികയാണ്. ഇങ്ങനെ നീതി നഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു അരാജകത്വ സമൂഹമായി തീരും. ഓരോ പാർട്ടിക്കാരും നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥക്ക് പകരം പ്രശ്നങ്ങളുണ്ടായാൽ അത് മാന്യമായ രീതിയിലുള്ള നിയമാനുസൃതമായ രീതിയിലുള്ള കാര്യങ്ങളൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ പോലീസായാലും കോടതിയായാലും അതൊക്കെ തന്നെ നീതിപൂർവകമായി ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടുക. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മിൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കും ഗുണം ചെയ്യാത്തതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓരോ പ്രസ്ഥാനവും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ വല്ലാതെ പഴി കേൾക്കുകയും വല്ലാതെ പ്രശ്നത്തിലാവുകയും ആഭ്യന്തര ശൈഥില്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരികയും അണികൾ കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകള് പല പ്രസ്ഥാനങ്ങളും ഇത്തരം ഘട്ടങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും അതുപോലെ മതരംഗത്തുള്ള ആളുകളും പ്രബുദ്ധരാകണം എന്നുള്ളതാണ് ഈ ചർച്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.
എന്നാൽ അതേ സന്ദർഭത്തിൽ ഈ ചർച്ച പങ്കെടുത്തുകൊണ്ട് ചില സഹോദരങ്ങൾ പറഞ്ഞിട്ടുള്ള മദ്രസ പഠനത്തിലും അതുപോലെ തന്നെ ഹിന്ദു സഹോദരങ്ങൾ അവരുടെ കുട്ടികൾക്ക് നൽകുന്ന മതപഠനത്തിലും ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ കുട്ടികൾക്ക് നൽകുന്ന മതപഠനത്തിലൊക്കെ വർഗീയവൽക്കരണം ഉണ്ട് എന്നുള്ള ഒരു പ്രസ്താവന, അത് പൊതു പ്രസ്താവനയായി പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? നമ്മുടെ മദ്രസകളുടെ പാഠപുസ്തകങ്ങളോ ക്രൈസ്തവ പാഠപുസ്തകങ്ങളോ ഹൈന്ദവ പാഠപുസ്തകങ്ങളോ ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് എടുത്തു നോക്കിയാൽ അവിടെ നിന്ന് ഈ വർഗീയവൽക്കരണം ഇല്ലെന്ന് മാത്രമല്ല, അവിടെയൊക്കെ സാഹോദര്യത്തിന്റെ സന്ദേശങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷെ പിന്നീട് പല കുട്ടികളും പല ആളുകളും ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് വരുന്നത് താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും താൽക്കാലികമായ രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടിയും താൽക്കാലികമായ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെയുള്ള ഈ മൂല്യങ്ങളിൽ നിന്നുള്ള അകന്നുപോക്കിന്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പ്രസ്ഥാനങ്ങളിലും വിഭാഗങ്ങളിലും ഭിന്ന ചേരികളെ കാണാൻ പറ്റും. മുസ്ലിങ്ങളിൽ ഭിന്ന വിഭാഗങ്ങളുണ്ട്, ആദർശപരമായും മറ്റും പല അഭിപ്രായങ്ങളുള്ളവരുണ്ട്. ക്രൈസ്തവരിലുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരിലുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരിൽ CPM ഉണ്ട്, CPI ഉണ്ട്, RMP ഉണ്ട്, മാവോവാദി പാർട്ടി ഉണ്ട്. മുസ്ലിങ്ങളിൽ സുന്നിയുണ്ട്, മുജാഹിദുണ്ട്, തബ്ലീഗുണ്ട്, ജമാഅത്തുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരോരോരുത്തരും അവരവരുടെ ആദർശപരമായ കാര്യങ്ങൾ സമാധാനപൂർവമായ മാർഗത്തിലൂടെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ആശയ കൈമാറ്റം നടത്തുകയും എന്നിട്ട് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്ന ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് നൽകുകയും ചെയ്യുന്ന പ്രവണതയാണ് വളരേണ്ടത്. അതാണ് ആധുനിക സമൂഹത്തിനും ആധുനിക ജനാധിപത്യ പ്രക്രിയകൾക്കും നാഗരികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനും ഉചിതമായിട്ടുള്ളത്. അതിനപ്പുറം കാടൻ സംസ്കാരത്തിലേക്കും പ്രാകൃതമായ സമീപനങ്ങളിലേക്കും നമ്മൾ ഓരോരുത്തരും ന്യായീകരണങ്ങളും അതുപോലെ എതിരാളികളുടെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് ഇവ ഓരോ പ്രശ്നങ്ങളെയും ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ സങ്കീർണമായ ഒരവസ്ഥയാണ് ഉണ്ടാക്കി തീർക്കുക. അതുകൊണ്ട് വിയോജിപ്പുകളോട് മാന്യമായ വിയോജിപ്പ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു ചേരുക. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും മതവിഭാഗങ്ങളായാലും എതിരാളികളെ കൊന്നുകൂട്ടി തങ്ങളുടെ പ്രസ്ഥാനത്തിന് വളർച്ച ഉണ്ടാക്കാമെന്നോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകളിലൂടെ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും ആശയത്തിനും പ്രചാരണം കിട്ടുമെന്നോ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുള്ള മാനവികമായ ബോധം അത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആളുകളുണ്ട്. അവരിൽ ആ മാനവിക ബോധം ഉണരുകയും ഇത്തരത്തിലുള്ള പ്രവണതകളെ ഘട്ടം ഘട്ടമായി തള്ളിപ്പറയുന്ന പ്രവണത ഉണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് പ്രസ്ഥാനത്തിനും നിലനിൽക്കണമെങ്കിലും ഈ തരത്തിലുള്ള ധാർമ്മികമായ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മാനവികമായ ഒരു സമീപനത്തോടുകൂടെ സാഹോദര്യബുദ്ധ എല്ലാവരെയും കാണുവാനും അങ്ങനെ എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് എന്നുള്ള നിലക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുവാനും ഉള്ള മനസ്ഥിതി എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും ഉണ്ടാകണമെന്നുള്ളതിനുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനാണ് ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചർച്ചയിലൂടെ അത്തരത്തിലുള്ള ഒരു അവബോധത്തിലേക്ക് ആളുകളുടെ കണ്ണ് തുറക്കുന്നതിനുള്ള മനസ്സ് തുറക്കുന്നതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച ഇവിടെ സമാപിച്ചതായി അറിയിക്കുകയാണ്.